യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ വന്നേക്കാണ്. ഇവിടെ ഇതാണ് സ്ഥലം. അപ്പൊ നമുക്കിവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാട്ടോ. അങ്ങനെ ഞങ്ങളിത് എൻട്രി പാസ് എടുത്ത് ഉള്ളിലേക്ക് കയറി. ഇവിടെ എൻട്രി പാസ് 10 ദിർഹമാണ്. 10 ദിർഹം എന്നാണ് നാട്ടിലൊരു 200 രൂപ വരും. നമ്മളിപ്പോൾ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ, ചെറിയ ട്രെയിൻ കണ്ടോ, റെഡ് കളറിൽ. അതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാം ചുറ്റി കാണിക്കും. അതിന് സെപ്പറേറ്റ് ചാർജാണ്. ഞങ്ങളിതിൽ കയറിയില്ല, ഞങ്ങളെല്ലാം നടന്ന് കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ നടക്കണ്ട എന്ന് തോന്നി, കാരണം അത്രമാത്രം ചൂടായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആകെ വയർത്ത് തുടങ്ങിയായിരുന്നു. ഇത് കണ്ടില്ലേ, മുകളിൽ നിന്ന് വെള്ളം വരുന്നത് കണ്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഇതേപോലെ ഇവിടെ ഒരു ടോട്ടൽ 5 എണ്ണം, അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ 5 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ചുണ്ടാപ്പ് കുറേ തവണ വെള്ളത്തിലിറങ്ങാനൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സംഭവം കാലം നനയാനുള്ള വെള്ളമേ ഉള്ളൂ, എന്നാലും നമുക്കൊരു പേടിയായിരുന്നു. ആളെന്തിയെ നോക്കി നിൽക്കുകയാണ്. രണ്ടെണ്ണം കൂടി ഫ്രണ്ടിൽ പോവാണ് ഗൈസ്. ആഹ്ലാദം രണ്ടാൾക്കും. ഇത് കണ്ടോ, ഇവിടെ നനയ്ക്കണതാണ് പുല്ലുകളെല്ലാം സ്പ്രേ ചെയ്യുന്നു. വെള്ളം പക്ഷെ ഭയങ്കര ചൂടാട്ടോ. വയർത്തൊക്കെ ഒലിച്ചൊടുങ്ങി. സംഭവം നല്ല സ്ഥലമൊക്കെയാണ്, അടിപൊളിയാണ്. പക്ഷെ ഭയങ്കര ചൂട്, ഇവിടെ നിൽക്കാൻ പറ്റില്ല വെയിൽ കാരണം. വേണ്ട കിട്ടേണ്ട വന്ന സാധനങ്ങളൊക്കെ ഒലിച്ചൊടുങ്ങിയുണ്ട്. സുന്ദറിന് ചൂടെടുത്ത് കഴിഞ്ഞ ഡ്രസ്സൊക്കെ വിരിച്ച് ഇനിയിപ്പോ സുന്ദറിനെ ഇറക്കാൻ പറ്റും. നമ്മളാണ് പെടാൻ പോണെ. വാ വാ വാ. രണ്ടാളും കൂടി ഇതേ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ, ചൂടെടുത്തിട്ട്. ഞാനും ഇതേ വേഗം പോയി ഇരിക്കാൻ പോവാണ്, കാരണം ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. വന്നപ്പോൾ തന്നെ ചൂടെടുത്ത് തുടങ്ങി. ഇനി എങ്ങനെ നടക്കും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. നല്ല സ്ഥലമാണ് ഗൈസ്, നല്ല സ്ഥലമാണ്. ഒരു 5 മിനിറ്റ് ഇറങ്ങിയപ്പോഴേക്കും ഞാൻ വേർപ്പൊലിച്ചത്. നല്ല വേണ്ടല്ലേ ചൂടെടുത്ത് പൊന്നി. എന്തൊരു ചൂട്, ഭയങ്കര ചൂടുണ്ട്. ഞങ്ങളങ്ങനെ വെള്ളത്തിലൂടെ നടന്ന് അപ്പുറത്തോട്ട് കടന്നു. ഇവിടെ ഭയങ്കര വെയിലാണ്, അത് കാരണം ചുണ്ടാപ്പനെ നടത്തിയില്ല. കാരണം അവൾ നടന്നു വരുമ്പോൾ നമ്മളും ആകെ ചൂടെടുത്ത് പതുക്കെ നടക്കുള്ളൂ. ഇനി ഞങ്ങളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകണം കേട്ടോ. എന്നിട്ട് വയ്യാണ്ടായി എന്തോ ഇങ്ങോട്ട് വായി, വെയിലത്ത് നിൽക്കണ്ട, ഇവിടെ വന്നിരിക്കാം, അമ്മയുടെ അടുത്ത് വന്നിരിക്കും. ചേട്ടൻ്റെ വാഷ്റൂമിൽ പോയി ഒരു ലോഡ് ടിഷ്യൂ കൊണ്ട് വന്നേക്കണേട്ടെങ്കിൽ ചടക്കിയ. ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. വേണ്ട, തിരിച്ചു വരുമ്പോ നമുക്കിരിക്കാം. ഒട്ടകത്തിനെ കണ്ടിട്ടില്ലല്ലോ ഇതുവരെയായിട്ടല്ലേ. ഈ ഒട്ടകം തുന്തുരു, എന്താ ഒട്ടകം കണ്ട തുന്തുരു, നീ എവിടേക്ക് നോക്കണേ. ഇവിടെ കണ്ടോ ഫാൻ ഫിറ്റ് ചെയ്തേക്കണുണ്ടോ. ഈ ഫാനിൻ്റെ ഉള്ളിൽ നമ്മൾ കാറ്റ് മാത്രമല്ല കേട്ടോ, കൂടെ വെള്ളം വരും. അപ്പം നമുക്ക് ചൂടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവൻ്റെ അടിയിൽ പോയാണ് നിന്നത് കേട്ടോ. കാരണം ചൂടെടുക്കുമ്പോഴത്തേന് അവിടെ പോയി നിൽക്കണ കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട്. കാരണം വെള്ളം കൂടി ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴേ എനിക്ക് തോന്നുന്നു ഇവിടെ മൃഗങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം എന്താ പറയുക ചൂടല്ലേ, അത് കാരണമായിരിക്കും ഇതിന് ഫിറ്റ് ചെയ്തേക്കണത്. കൂട്ടത്തിൽ നമ്മളും ഒന്ന് നനഞ്ഞെന്നുള്ളൂ. ഞങ്ങളിവിടെ ഒന്ന് സെറ്റായി. ഇവിടെ
ടയർഡായി, ഫുൾ ടയർഡ്. സൂ കാണാൻ വന്നിട്ട് സൂ നല്ല ഹ്യൂമിഡിറ്റിയാ. ഒരു നമ്മൾ ഇത് കണ്ട ആടും ഒട്ടകവും മാത്രമേ ഉള്ളൂ അവിടെ, അനിമൽസ് ആയിട്ട് വരയാടും. പിന്നെ ഒന്നും കണ്ടില്ല. ഇതുണ്ട്, ഹോഴ്സ് ഉണ്ട്. അതെവിടെ? കുതിരന്റെ ബാക്കിലുണ്ട്. ഇല്ല. കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവിടുത്തെ സെക്യൂരിറ്റി വെച്ചപ്പോ ആള് പറഞ്ഞു ചാർജ് ഉണ്ട്, റൈഡിങ് ഉണ്ട്, ആനിമൽ റൈഡിങ് ഉണ്ട്, ആനിമൽ പോട്ടെ ക്യാമൽ റൈഡിങ് ഉണ്ട്, അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്, 15 dirham ആണ്. അങ്ങനെ ഇരിക്കുകയാണ്. ഇനി ആ ലിഫ്റ്റില് മേലെ പോയിട്ട് എന്തോ വ്യൂ ഒക്കെ കാണാന്ന് അത് പറയണ്ടെങ്കിൽ അവിടെ കയറണം. കാരണം ഇവിടെ വന്നിട്ട് ഒന്നും കാണാതെ ആ വിയർത്ത് പോകേണ്ട അവസ്ഥ വരരുത്. അപ്പൊ നമ്മൾ അവിടെ പോകുന്നതായിരിക്കും. ചുണ്ടപ്പോ ഇതേ വെള്ളമൊക്കെ കുടിച്ച് വെള്ളമൊക്കെ ഡ്രസ്സുമ്പോ കോഴി അഴിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ 12 മണി വരെ ഉണ്ട്. അപ്പം നൈറ്റ് പ്ലാൻ ചെയ്യും, മാക്സിമം ഒരു 7 മണി 7:30 എത്തിക്കുന്നു. നൈറ്റ് വന്നതാണ് നല്ലത്. ലൈറ്റ് ഉണ്ടാവും, പിന്നെ ഇത്ര ചൂടുണ്ടാവില്ല. ഞങ്ങൾ വന്ന സമയം കൊള്ളില്ല. ഇതെനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് എനിക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയത് ഇവിടെയാണ്. കാരണം മോൾക്കായാലും അവൾക്ക് വെയിലത്ത് നടന്നിട്ടേ അവളും ആകെ വിയർത്ത് വയ്യാതായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആൾ ഫുൾ ഡാൻസ് കളിയും ഭയങ്കര ഇഷ്ടമായി അവൾക്കിവിടെ വന്നിട്ട്. ഞങ്ങളും കൂട്ടത്തിൽ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് നേരമൊക്കെ നിന്നു. പിന്നെ ഒരുപാട് കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ കളിക്കാനായിട്ട്. ഞങ്ങൾ വന്നപ്പോഴേക്കും കുറച്ച് പേരൊക്കെ പോയായിരുന്നു. ഞങ്ങൾ 2-3 പേര് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. വരുന്ന സമയത്ത് കുറേ പേരുണ്ടായിരുന്നു. കണ്ടില്ലേ, കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഡ്രസ്സൊക്കെ നനഞ്ഞു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ആൾ ഭയങ്കര കളി. എടുത്തിട്ടൊന്നും വരുന്നില്ല. 2 തവണ ഞാൻ എടുക്കാൻ നോക്കി, പിന്നെ ആൾ വരുന്നില്ല. പിന്നെ ഡ്രസ്സൊക്കെ കാറിലായിരുന്നു ഇരുന്നിരുന്നത്. കാരണം എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ വാട്ടർ ഡാൻസ് ഒക്കെ ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് പോയിട്ടും ഡ്രസ്സൊക്കെ എടുത്ത് ഇടാനായിട്ട്. ഇത് ചുറ്റും ആലമരങ്ങളാണ് കേട്ടോ. കുറേ ആലമരങ്ങളുണ്ട് ഇവിടെ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ചുണ്ടാപ്പന് വരാൻ പറ്റണില്ലായിരുന്നു അവിടുന്ന്. പക്ഷെ അതിൽ പിടിച്ചടിച്ച് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ജലദോഷമൊക്കെ വന്നാലോന്ന് വെച്ചിട്ട് ഇതേ ആളെ ചുറ്റോ തലയുടെ മേലെ കയറ്റി കിടക്കാണ്. ഇങ്ങനെ തോർത്തണം, ഡ്രസ്സൊക്കെ കാറിലിരിക്കണം, ഇങ്ങനെ ഒന്ന് മാറ്റിക്കണം. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ വാഷ്റൂം. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കണ്ടില്ലേ, എന്തൊരു നീറ്റായിട്ട് ഇരിക്കണത്. ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു കരടോ ഒന്നും തന്നെ ഇല്ല. ഇവരപ്പം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ 2 സ്റ്റാഫ് ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട്. അതെന്തായാലും എനിക്ക് എടുത്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു. അതാണ് ഞാനിവിടെ ക്യാമറ പിടിച്ച് നിൽക്കുന്നത്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ മിക്കയിടത്തും ഞാൻ അങ്ങനെ കണ്ടതാണ്. നമ്മുടെ നാട്ടിലൊക്കെ പ്രൈവറ്റ് സ്റ്റാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ നമുക്കറിയാലോ. ഇവിടെ കണ്ടില്ല, ഇവർ വളരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ആ കാര്യത്തിൽ. ഇത് കണ്ടില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം, നല്ല തെളിഞ്ഞ് കിടക്കാണ്ട്. അടിയിൽ കല്ലുകളൊക്കെ വിരിച്ചിട്ടുണ്ട്. നല്ല സ്ഥലമാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഭയങ്കര സൈലൻ്റായിട്ട് നല്ല പച്ചപ്പോട് കൂടിയിട്ട് നിൽക്കുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നമുക്ക് ഒരുപാട് നേരം ഇരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര ചൂട് കാരണം ആണത് പറ്റാത്തത്. ഇനി മുകളിലേക്ക് പോകണം കേട്ടോ. അപ്പൊ നല്ലൊരു വ്യൂ കാണാമെന്ന് ആൾ പറയുന്നുണ്ടായിരുന്നു. അയ്യാ സിന്ധു അയ്യാ നമ്മുടെ പുതിയ മുകളിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലെത്തിട്ടോ. നമ്മൾ ലിഫ്റ്റിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം സ്റ്റെപ്പ് ഉണ്ട്, സൈഡിൽ വേണ്ടി നമുക്ക് സ്റ്റെപ്പ് കയറി പോവാം. പക്ഷെ നമുക്ക് പുണ്യമുള്ളതുകൊണ്ടും പിന്നെ നല്ല ചൂടാണ്.
എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കണത്. കാരണം ചൂട് കാരണമാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ ഈവനിങ് മാത്രം ഒരു 7 മണി 8 മണി വരാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇവിടെ ഞങ്ങൾ ഈ ഒരു തവണ കൂടി വരുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളൊന്നും കണ്ടില്ല. ഇതൊക്കെ ഇതിൻ്റെ ഏരിയയാണ്. പക്ഷെ നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഒരു തവണയും കൂടി ഞങ്ങൾ നൈറ്റ് വരാമെന്ന് എന്തായാലും വിചാരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് വരാൻ എന്തായാലും പറ്റത്തില്ല. കാരണം അത്രമാത്രം ചൂടും വിയർത്തൊലിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇനി നൈറ്റ് ഒരു തവണയും കൂടി ഞങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഇത്രയും കാഴ്ചയുണ്ട് കേട്ടോ അടിയിലോട്ട്. നല്ലൊരു പച്ചപ്പും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ ഇട്ടില്ലേ, നമ്മുടെ കേരളം പോലെ അത്രയൊന്നും ഇല്ലെങ്കിലും അതേപോലെ പച്ചപ്പൊക്കെ ആയിട്ട്. പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് പള്ളിയിലൊന്ന് പോകണം. പിന്നെ തുണികളൊക്കെ നനഞ്ഞിപ്പോ വീട്ടിൽ പോകുന്ന അറിഞ്ഞൂടാ. ചിലപ്പോ വീട്ടിൽ പോകും. വയ്യാതെ അന്ന് ഒരുപാട് കളിച്ച് എന്താ പറയുക, ഇങ്ങനെ സ്കൂളിൽ പോയി വരുമ്പോ ഇങ്ങനെ കളിക്കുന്നു. അങ്ങനെ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി ഒരു തവണ കൂടി വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യവും കാണിച്ചു തരുന്നതായിരിക്കും. ഈ ബിൽഡിംഗ് കണ്ടോ, ഇതിന് പൈനാപ്പിൾ ബിൽഡിംഗ് എന്നാണ് കേട്ടോ പറയാം. അതിൻ്റെ ഷേപ്പാണ്. പിന്നെ പുറത്തെ ആ തൊലി ഭാഗമില്ലേ പൈനാപ്പിളിൻ്റെ, അതേപോലെ ഇരിക്കണില്ലേ. ഇത് അകലെ നോക്കുമ്പോൾ എനിക്ക് ബിൽഡിങ്ങാന്ന് ആദ്യം മനസ്സിലായില്ല കേട്ടോ. ഇതിൽ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. പിന്നെ ആദ്യം കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെ കുത്തനെ നിൽക്കുമ്പോഴേ പെട്ടെന്ന് പേടിയാൻ കണ്ടു കഴിഞ്ഞാൽ. നൈറ്റൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് കാണാൻ, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പം നോർമലാണ്, വലിയ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ അത് അങ്ങനെ മൊത്തത്തിൽ ബാലൻസ് ചെയ്തിട്ടാണ് അവരിവിടുത്തെ ഇൻകം ലൈറ്റുകൾ ഒക്കെ കറക്റ്റ് ടൈമിൽ. ഇവിടെ എല്ലായിടത്തും രാത്രി കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റ് വേണം. നാട്ടിലോ വൈസ് ലൈറ്റ് ഉണ്ടാവില്ല. റോഡിൻ്റെ വല്ല കുഴപ്പമുണ്ടാവില്ല. ചവറോ പേടിക്കാണ്ട് നമുക്ക് സ്ട്രേറ്റ് പിടിക്കാം, ഒരു പ്രശ്നമില്ല. ഇതാണ് യുഎഇയിലെ ഏറ്റവും വലിയ പള്ളി, ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് കേട്ടോ ഈ പള്ളി. ഇവിടെ സ്ത്രീകൾക്കൊക്കെ കയറാൻ പറ്റും. അങ്ങനെ ഏത് മതക്കാർക്കും ഇവിടെ കയറാൻ പറ്റും. പിന്നെ കയറുമ്പോൾ തട്ടമൊക്കെ നമ്മളിടണം. തട്ടല്ലെങ്കിൽ പർദ്ദ എന്തായാലും നിർബന്ധമാണ് ഇവിടെ കയറുന്നത് സ്ത്രീകൾക്ക്. എനിക്കിതൊരു തവണ കയറണമെന്നുണ്ട്. എപ്പോഴെങ്കിലും കയറാൻ പറ്റിയ ഒന്ന് കയറണം. കണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. പുറകിൽ സൂര്യാസ്തമയവും ഒക്കെ കൂടിയായിട്ട് നല്ല രസമല്ലേ കാണാൻ. ഇത് നേരം ചെറുതായിട്ട് അങ്ങനെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മൊബൈലിൽ കാണുന്നത് പോലെ അല്ല കേട്ടോ, നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടുത്തെ ടോൾ ഗേറ്റ് നാട്ടിലെ വീട്ട് നിർത്തിയിട്ട് മണിക്കൂറോളം കിടക്കണ്ട. നമ്മൾ പോണ സ്പീഡിൽ തന്നെ പോവുക, ഓട്ടോമാറ്റിക്കലി കട്ടാവും. അത് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ പോയി വന്നു. ഇതേപോലെ ഞങ്ങൾ ചായയും കടിയും കണ്ടു. ഇത് ഞങ്ങളുടെ പച്ചനെല്ലിക്ക റെസ്റ്റോറൻ്റാണ് കേട്ടോ, അബുദാബിയിലെ. നല്ല ഫുഡാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചാൽ ചായ കുടിക്കാമെന്ന് വെച്ച് വന്നതാണ് കേട്ടോ. ഉച്ചയ്ക്കാണ് ഫുഡ് കഴിച്ച് ഇറങ്ങിയതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങളൊരു ചായയും 2 ചായയും ഒരു പരിപ്പുവട, ഒരു സമൂസ, ചുണ്ടുവിന് ഒരു ഉണ്ണിയപ്പം വാങ്ങിച്ചു. സിജോ ചേട്ടൻ കൊണ്ടുവരുന്നുണ്ട് അവിടെ നിന്ന്. അവൾ മടിയിലൊന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അതാണ് ഞാൻ പിന്നെ ഇറങ്ങാതിരുന്നത്. അങ്ങനെ ഞങ്ങളിത് ചായയൊക്കെ കുടിക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പതുക്കെ ഇനി വീട്ടിലേക്ക് പോകും. ഇത് ഞങ്ങളതിന് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.